ഹായ് മക്കളെ, അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഗോതമ്പ് പായസം ഉണ്ടാക്കലാണ്. അപ്പം ഇതൊരു ഗോതമ്പ് പായസം മിക്സാണ്, ഈസ്റ്റേണ്ട പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതങ്ങോട്ട് ഇടുക, ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ മുതിരുന്നത് തന്നെ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ കുക്കറിലോട്ട് നമ്മുടെ ഗോതമ്പ് പായസവും ശർക്കരയും ഏലക്കയും ചുക്കും ഒക്കെ ഉള്ളൊരു മിക്സാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ടണ്ടാ പാനി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 8 വിസിൽ കേൾക്കുന്ന വരെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേറൊരു പാൻ എടുത്ത് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കൊത്തു പൊറോട്ട തേങ്ങാ കൊത്തിയ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഗോതമ്പ് മിക്സൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് ഒന്ന് സെറ്റായി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഗോതമ്പ് പായസത്തിൻ്റെ മിക്സ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ശുദ്ധമായ പശുവിൻ പാല് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ടാവുമല്ലോ, ആവണമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഗ്ലാസ് എടുത്ത് നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്, ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എൻ്റെ ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.